വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിൻ്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്. കോഴിക്കോട് മുക്കം കുറ്റിപ്പാല സ്വദേശികളായ ഫൈസൽ, സുബൈർ, റംഷാദ് എന്നിവർ പുലൂരാംപാറ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 80,000 വില വരുന്ന ഐഫോൺ കളഞ്ഞുകിട്ടിയത്. ഫോൺ വൃത്തിയാക്കി സിം എടുത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ച നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഉടമയായ ആകാശിനെ കണ്ടെത്തിയത്. ഫോൺ ആകാശിന്റേതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫൈസലും കൂട്ടുകാരും മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഫോൺ ആകാശിന് കൈമാറി. വെറുതെ മണലിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞു. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ്. അങ്ങനെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചാർജ് ചെയ്തു. അതിൽ സിം എടുത്ത് അതിൽ സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ആളെ കിട്ടി, വിളിച്ചു. തിരുവമ്പാടി പൊനാംകയം സ്വദേശി ആകാശ് യാത്രക്കിടെ പുഴയിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടത്. യാത്ര ചെയ്ത ഇടങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരുവമ്പാടി പോലീസിൽ പരാതിയും നൽകി. 4 ദിവസത്തിനു ശേഷം ഫോൺ കേടുപാട് കൂടാതെ കിട്ടിയ സന്തോഷത്തിലാണ് ആകാശ്. മാതൃകാ പ്രവർത്തനം നടത്തിയ യുവാക്കളെ പോലീസ് അഭിനന്ദിച്ചു. ന്യൂസ് 18 മുക്കം.